ഹലോ മുത്തുമണികളെ, പുലി വരുന്നേ പുലി എന്നതിൻ്റെ പാർട്ട് 2 വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. വിജയകരമായിട്ടാണോ അവസാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാലും ഞമ്മൻ്റെ നാടകം ഇപ്പോൾ 8 നില പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മുത്തുമണികളെ. എന്താ പറയുക, ഞമ്മനെ, അതായത് നിറവയറുള്ള ഞമ്മനെ, 3 മക്കളെയുമുള്ള ഞമ്മനെ, ഞമ്മൻ്റെ ഭർത്താവല്ല, ജുമൈലാൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ സഹതാപം മൂത്തിട്ട് ഞമ്മക്ക് കുറച്ച് പൈസയൊക്കെ തരുമെന്ന് ഞമ്മൾ അങ്ങോട്ട് സ്വപ്നം കണ്ടു മക്കളെ. എന്തായാലും 8 നിലയിൽ അതെല്ലാം പൊട്ടിയത് കൊണ്ട് ഞമ്മൻ്റെയൊക്കെ വീണ്ടും തിരിച്ചു വന്നു മക്കളെ. കുടിയൊക്കെ നിർത്തി മക്കളെ, കുടിയൊക്കെ നിർത്തി. ഞമ്മൻ്റെ മക്കളും ഇല്ലാതെ ഞമ്മൻ്റെ ഭർത്താവിന് ജുമൈലാൻ്റെ ഭർത്താവിന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് വീണ്ടും വന്നു. ഒത്തുതീർപ്പിന് വന്നത് ആരെന്നറിയാമോ? ഇവിടെ ഉള്ള ആൾക്കാരില്ല, അങ്ങ് ലണ്ടനിലുള്ള പഞ്ചായത്ത് മെമ്പറാണ് ഒത്തുതീർപ്പിന് വന്നത്. എന്തായാലും ഒത്തുതീർപ്പായി മക്കളെ, ഒത്തുതീർപ്പായി. അങ്ങനെ അതും ചീറ്റിപ്പോയി. ഇനി എപ്പോഴാണാവോ പാർട്ട് 3 ആലോചിക്കാം. എന്തായാലും കൂടിയിരിക്കണം മഹാനുഭാവ. നിൻ്റെ കാര്യം കൊഞ്ഞാട്ട് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. നിൻ്റെ സ്ഥാനം പുറത്ത് തന്നെ എന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് ഒക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആവയല്ലേ. അപ്പോൾ പെരുന്നാളൊക്കെ ആവുന്നത് കൊണ്ട് ഞമ്മ ഇനി കുറച്ച് നാളത്തേക്ക് കുടിയൊക്കെ മാറ്റി വെച്ച്, നമ്മൾ 2 പേരും കുടിയൊക്കെ മാറ്റി വെച്ച്, കുടീര മണം അത് ഹറാമാണ് മക്കളെ. ഞമ്മൻ്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് അവനെ പൊക്കിയപ്പം കുടിച്ച് ബോസായിട്ടുണ്ട്. അന്നേരം ഞമ്മക്ക് ആ മണം ഹറാമൊന്നുമല്ല മക്കളെ, അന്നേരം ഞമ്മക്കത് ഹലാലായിരുന്നു. കാരണം ഞമ്മക്ക് ആ മണം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല മക്കളെ, ജീവിക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഇവനെ അടിച്ച് കളഞ്ഞിട്ട് ഇനി അടുത്ത ഏതെങ്കിലും നല്ല കൂടിയ ഇനം മണമുള്ള സാധനങ്ങൾ അടിക്കുന്ന മണമുള്ള കാട്ടിൽ എന്ത് പാട്ടാണത്? എന്തായാലും ഇനി കൂടി അതിനെ മണം ഉപയോഗിക്കുന്ന ആൾക്കാരെ തേടിപ്പോകണം. എന്തായാലും മനസ്സിൽ ലഡ്ഡി പൊട്ടിച്ച് കുറച്ച് ഇക്കാക്കമാർ കാവലുണ്ടായിരുന്ന ഇക്കാക്കമാരൊക്കെ മനസ്സിൽ ലഡ്ഡു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സാരമില്ല, പുതിയ ലഡ്ഡുവിന് ഓർഡർ കൊടുത്തോ ഇക്കാക്കമാരെ. എന്തായാലും നിങ്ങൾക്ക് ചാൻസ് ഉറപ്പാണ്.